ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ അധികം നല്ല ടിപ്സുകളുമായിട്ടാണ് കേട്ടോ. നമ്മുടെ കൂർക്കയൊക്കെ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും അതുപോലെ കുറേ നല്ല ടിപ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എന്തൊക്കെയാണ് ആ നല്ല ടിപ്സ് എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ കൂർക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ തൊലി കളഞ്ഞെടുക്കാനായിട്ട് നല്ല പാടുമാണ്. ചിലർ ചാക്കിൽ കെട്ടിയടിക്കും, ചിലർ കല്ലിലിട്ട് ഉരയ്ക്കും. അപ്പോൾ അതിൻ്റെ മണ്ണ് അതിനകത്തോട്ട് വിടും. അപ്പോൾ അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടുകളില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കൂർക്ക ആദ്യം നല്ല ഓണം വെള്ളത്തിൽ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് ഇടാം. ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് നമ്മളൊരു ഉപ്പും കൂടി ഇട്ടിട്ട് 2 വിസിലടിക്കുക. ഈ തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. പക്ഷെ ആ നല്ല മണ്ണ് മാത്രം ജസ്റ്റ് നമ്മളൊരു 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം കുക്കറിലോട്ട് ഇടാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ണോട് കൂടി വിസിലടിക്കുമ്പോൾ അത് കല്ല് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മണ്ണ് പോകുന്ന രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ടുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് 2 വിസിലടിക്കുക കേട്ടോ. അങ്ങനെ വിസിലടിച്ചിട്ട് വെച്ചതാണ് ഇത്. അപ്പോൾ ഞാൻ വിസിലടിക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിസിലടിച്ചിട്ട് ഇത് വെച്ചതാണ്. അപ്പോൾ ഇതിനെ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ, ഇത് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമല്ലോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ വല്ലാതെ ചൂടിൽ വേണ്ട, ചൂടാറിയതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും തന്നെ ഇതാണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് പോകുന്നത്. നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ പൊട്ടറ്റോ ഒക്കെ നമ്മൾ തൊലി കളയില്ലേ, ആ ഒരു എളുപ്പത്തിൽ നമുക്ക് ഇതും കൂടി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം നമുക്ക് ചെയ്യാൻ പോലും മടി കാണില്ല. നമ്മുടെ കയ്യിലൊക്കെ കറ വരുമോ പാട് വരുമോ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നമ്മുടെ നഖമൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ നഖത്തിൽ പാട് വരുമോ അല്ലെങ്കിൽ കറ വരുമോ, ഇങ്ങനെ ചെയ്താൽ മതി, ഒരു കുഴപ്പവും വരില്ല. നല്ല വൃത്തിയായിട്ടും എളുപ്പത്തിൽ നമുക്ക് ടൈമും ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ എളുപ്പത്തിൽ രാവിലെ പോലും നമുക്ക് കൂർക്ക കൊണ്ട് ഉപ്പേരി വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ പറ്റും കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് അതിനകത്ത് ഇങ്ങനെ നിറയെ പുഴുവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടി മാത്രമല്ല, നിറയെ ഇത് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഡയറക്റ്റ് പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടായിരിക്കില്ലേ വരുന്നത്. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ കോളിഫ്ലവറും വെള്ളവും കൂടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കാര്യമാണ് ഇതിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിയും കൂടി ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതിനുശേഷം ഇതൊന്ന് നല്ലോണം ഒന്നൊരു തള വരണം, ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ പുഴു കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പം നമുക്ക് അറിയാമല്ലോ, പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്തെടുത്താലും അത് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പെസ്റ്റിസൈഡ്സ് ഒക്കെ പോകാനും പുഴു കാര്യങ്ങൾ വേറെ കാര്യങ്ങളെല്ലാം മാറാനായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് ഒരു മനസ്സമാധാനമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ പലരും ചൂടാക്കിയിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഉപ്പോ മഞ്ഞപ്പൊടിയോ പുളിയോ ഒന്നും ഇടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് നോക്കൂ കേട്ടോ. ഇപ്പൊ ദാ ഈ ഒരു കാര്യം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ദാ ഈ കോളിഫ്ലവറിന്റെ ഇതുകൊണ്ട് 2 ഗുണമുണ്ട് കേട്ടോ. ഒന്ന്, കോളിഫ്ലവർ വെന്തും കൂടി കിട്ടും. പിന്നെ നമുക്കത് പെട്ടെന്ന് വേവിക്കാനായിട്ടും എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. രണ്ടാമത്തെ ഒരു ഗുണം എന്താ പറയുന്നത്, ഇതിന്റെ പെസ്റ്റിസൈഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പോവും. അതിന്റെ ആ പുഴു കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളുടെ അരിയിലൊക്കെ ഇങ്ങനെ പ്രാണികൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ? അരിയിൽ മാത്രമല്ല കേട്ടോ, ചെറുപയറിലാണെങ്കിലും കടല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാണികളും ഇങ്ങനത്തെ പൂച്ചികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് മുളക് പൊടി ഇടുക. അതിനുശേഷം നമ്മൾ അതൊന്ന് കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുളക് പൊടി ആവുന്ന രീതിയിൽ. വേറെയും ഇതിന് കുറേ നല്ല ടിപ്സ് ഉണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറെയും ഒരുപാട്, അതായത് ഒരു ദിവസം 4-5 ടിപ്സ് എങ്കിലും നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ പൂച്ചയോ എന്താണോ ആ അരിയിലുള്ളത് അത് മൊത്തം പോയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടും.
അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫോർക്ക് എടുത്തിട്ട് ആട്ട കുഴച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾക്ക് കുറച്ച് ആട്ടയൊക്കെ ഉള്ളൂ കുഴയ്ക്കാന്ന് വിചാരിച്ചോളൂ. ഇതുപോലെ നമ്മൾ ഒരു ഫോർക്ക് എടുക്കുക. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ആട്ട നമ്മള് വെള്ളവും അതേപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നും നമുക്കിപ്പോ ഒരു 4 ചപ്പാത്തിക്ക് വേണ്ടിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചു നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലാക്കേണ്ട ആവശ്യമില്ല. നല്ല എളുപ്പത്തിൽ തന്നെ നമ്മളത് കുഴഞ്ഞും കിട്ടും. ജസ്റ്റ് നമ്മളിതാ ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇതാണ്ടോ, ഇതുവരെയും നമ്മൾ കൈ വെക്കാതെ ഇതേ രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, നല്ല രീതിയിൽ തന്നെ ആട്ട നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല നമുക്ക് എളുപ്പം കിട്ടും. നമുക്ക് കുറച്ചിപ്പോ ഒരു 4 ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ എളുപ്പത്തിൽ നമുക്ക് മാവ് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്. ഒരു ഫോർക്കിന്റെ മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. നമ്മുടെ പാലൊക്കെ തിളച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറച്ച് വെള്ളം എടുക്കുക, അങ്ങനെ ഇങ്ങോട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സാധാ കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ അത് താണോളും. അപ്പോൾ എന്നിട്ട് സ്റ്റൗ കുറച്ച് വെക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാല് തൂവി സ്റ്റൗവിൽ പോവാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ പനീർ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഈ ലെമനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പുളി ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ആ പുളിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പനീർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു കയ്പോ പുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അത് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഈ തിളച്ച് വരുന്ന പാലിലോട്ട് നമ്മൾ കുറച്ചിങ്ങനെ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തൈര് അല്ലെങ്കിൽ മോര് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് ചൂടാറിയ പാലിലൊന്നും അല്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് പനീറിൻ്റെ ആ ഒരു പരുവം കിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു തുണിയിൽ അരിച്ചു വെച്ചിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ പനീർ ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിൽ അരിച്ചാൽ എളുപ്പമാണ്. നമ്മൾ സാധാരണ ഒരു അരിപ്പ കുറച്ച് വലിയൊരു അരിപ്പയിൽ ഒഴിച്ചു വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആ ഒരു ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പാത്രം കൂടെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഈ ഒരു അരിപ്പയിലോട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പനീർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കെട്ടി വെച്ച് ഇതിന് പുറത്ത് ഒരു വെയിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം നല്ല ഷേപ്പിലായിട്ട് അത് കിട്ടും. അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി. അതല്ല ഇങ്ങനെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ദോശമാവ് നല്ല ടേസ്റ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ അരച്ച് വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് ഷുഗർ കൂടി, ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഷുഗർ ഉള്ളത് ആ ഒരു ഷുഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് എപ്പോഴും പുളിക്കാനായിട്ട് വെക്കില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഷുഗർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ദോശ നല്ല രീതിയിൽ പുളിച്ച് നല്ല സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റിൽ നമുക്ക് ആ ദോശ കിട്ടാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ് എന്തിനാണെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കട്ടോറിയിൽ ഒരു പാത്രം മതി കേട്ടോ ഐസ് ക്യൂബ്സ് എടുത്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു നമ്മുടെ എന്നും രാവിലെ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ് നമ്മൾ ഫ്രിഡ്ജിലൊന്നിങ്ങനെ വെച്ചാൽ മതി കേട്ടോ, താഴെ പടിയിൽ വെച്ചാൽ മതി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു തണുപ്പ് കാരണം ഇത് എത്ര പ്രാവശ്യം നമ്മളിപ്പോൾ രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ ഇത് തുറന്നുകൊണ്ടിരുന്നാലും ശരി, നമുക്കിപ്പോൾ ഒരു തക്കാളി എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചില്ലി എടുക്കാനൊക്കെ നമ്മൾ ഫ്രിഡ്ജ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ശരി സബ്ജി താഴെ തട്ടിൽ വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ എപ്പോഴും തുറന്നു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറണ്ട് ബില്ല് നമുക്ക് കൂടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഒരു കട്ടോറിയിൽ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കുക. അപ്പോൾ അത് എന്നും രാവിലെ ചെയ്താൽ വൈകുന്നേരം വരെ ഇത് അങ്ങനെ ഇരിക്കും. ആ ഒരു തണുപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അധികം കറണ്ട് ബില്ല് കൂടുമില്ല. ഫ്രിഡ്ജ് എത്ര പ്രാവശ്യം അടച്ചു തുറന്നാലും ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.